Let's go. 1, 2, 3, 4. 1, 2, 3, 4. 1, 1, 2, 2, 3, 3, 4, 4. 1, 2, 3, 4. Listen to the polka. You can run, but you can't go far. 1, 2, 3. ഡൂഡു, നിനക്കൊരു കാര്യം അറിയോ? സർക്കസ് ആദ്യം തുടങ്ങിയത് 1768 ഇംഗ്ലണ്ടിൽ വെച്ചാണ്. ഇല്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. ഈ വക സർക്കസ് കാണാൻ നല്ല രസമുണ്ടെന്നുള്ള കാര്യം. എന്തെങ്കിലും കഴിക്കട്ടെ. പൊട്ടിച്ചിരിക്കുന്നതിനിടയിൽ പൊട്ടിച്ചിരികൾ കേട്ടടക്കാനായി ഇതാ വരുന്നു. ജോക്കറുകളുടെ എല്ലാം ജോക്കർ, ജോണി ജോക്കർ. ഈ ജോളി ജോക്കറിനെ കാണാൻ എന്ത് രസമല്ലേ? എന്തെങ്കിലും കഴിക്കട്ടെ. ജോളി ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം ചിരി വരുന്നുണ്ടല്ലേ? പക്ഷെ ഇപ്പോ കേൾപ്പിക്കാന്ന് ചിരിക്കാൻ പോകുന്നത് ജോളി, പിന്നെ ഔ ഔ ഔ എന്ന് കരയാൻ പോകുന്നത് നിങ്ങൾ. നീ പിന്നെ നിങ്ങൾ എല്ലാവരും. കാരണം ഈ ജോക്കർ നിങ്ങളെ ചിരിപ്പിക്കാനല്ല, കരയിക്കാനാ വന്നിരിക്കുന്നത്. എനിക്ക് നല്ല പേടി തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. എക്സ്ക്യൂസ് മീ ജോക്കർ അങ്കിൾ, നിങ്ങൾ ഇപ്പോ ഈ നിമിഷം തന്നെ നിങ്ങൾ ഇംഗ്ലീഷിലോട് എല്ലാരോടും ഒരു വാക്ക് പറയണം. സോറി. സോറി സോറി, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ. ഒരുപക്ഷെ ജോളി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നീ എനിക്ക് എന്ത് ശിക്ഷ തരും കുട്ടി? ട്വിങ്കിൾ, എന്റെ പേര് ട്വിങ്കിൾ എന്നാണ്. ശിക്ഷിക്കാൻ പോകുന്നത് ഞാനല്ല, കീക്കോയാണ്. കീക്കോ? ഈ കീക്കോ ആരാണ്? ഈ കീക്കോ കീക്കോ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ആ അതെ, വളരെയധികം സ്നേഹസമ്പന്നനാണ്. R7 ഡേഞ്ചർ ലൈറ്റ് ആണല്ലോ കത്തുന്നത്. എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് അപകടത്തിലാണ്. കീക്കോ ഫാസ്റ്റ് മാത്രമല്ല, സൂപ്പർ ഫാസ്റ്റ് ആണ്. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഒരു മിന്നൽ വീരനാണ്. കീക്കോ സ്ട്രോങ് മാത്രമല്ല, സൂപ്പർ സ്ട്രോങ് ആണ്. എല്ലാം അടിച്ചു തെറിപ്പിച്ചു കളയും. ഇൻഫാക്ട് എതിരാളികളെയും അടിച്ചു തെറിപ്പിച്ചു കളയും. വൗ! അപ്പൊ സൂപ്പർ ഫാസ്റ്റുകാരനെ ഒന്ന് കാണണമല്ലോ. സൂപ്പർ സ്ട്രോങ് നിങ്ങളുടെ ഫ്രണ്ട് കീക്കോ തന്റെ ഫ്രണ്ട്സിനെ ഈ ഇരുമുണ്ടകളിൽ നിന്നും രക്ഷിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഈ ജോളി ജോക്കർ ചിരിപ്പിക്കില്ല, കരയിപ്പിക്കും. എന്റെ അമ്മ, ഇതെന്താ? ഈ ഇരുമ്പുണ്ട കാരണം നമ്മൾ ചമ്മന്തിയാകുന്ന തോന്നുന്നു. എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട ഡോഡോ, ഞങ്ങളുടെ കീക്കോ ഇപ്പൊ വരും, തീർച്ചയായിട്ടും വരും.
കഴിക്കട്ടെ. അത് ശരി, അപ്പോ നീയാണ് കീക്കോ. അതെ, ഗുഡ് ആഫ്റ്റർനൂൺ ജോക്കർ അങ്കിൾ. നിങ്ങളിപ്പോ ചെയ്യുന്നതെല്ലാം വളരെ തെറ്റാണ്. നിങ്ങൾ ഇത് റൈറ്റ് ആക്കി മാറ്റണം. റൈറ്റ് അല്ല, ടൈറ്റ്. ജോളി ജോക്കർ നിന്നെ ഇപ്പോ പന്താടാൻ പോവുകയാണ്. ഞാൻ കുട്ടിയാണ്, പക്ഷെ വെടിക്കെട്ടാണ്. റൈറ്റ് ഒരിക്കലും റോങ്ങിനെ നോക്കി ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഡോഡോ, ട്വിങ്കിൾ, നിങ്ങൾ എവിടെയാണ്? എന്റെ ഫ്രണ്ട്സ് വീണ്ടും അപകടത്തിലാണെന്നോ? നിങ്ങളിപ്പോ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ കിഡ്നാപ്പ്. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞതും ശരിയാണ്. ഈ ജോക്കർ നിങ്ങളെ ചിരിപ്പിക്കാനല്ല, കരയിക്കാനാ പോകുന്നത്. എന്റെ ദൈവമേ, എനിക്ക് പേടി കാരണം കരച്ചില് വരുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. കരഞ്ഞോ കരഞ്ഞോ, കാരണം ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. ദേ എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട് കീക്കോ. അവൻ വന്നു കാണും, പക്ഷെ അവന് നമ്മളെ പിടിക്കാൻ പറ്റില്ല. ഇത് തണ്ടർ ബോൾട്ട് കാറാണ്, മാത്രമല്ല ഇത് മിന്നൽ വേഗത്തിൽ ഓടുന്നതുമാണ്. ഇത് എമർജൻസിയാണ്. R7 സൂപ്പർ സ്പീഡോ കാറായി മാറട്ടെ. സ്പീഡോ, ജോളി ജോക്കറിന്റെ തണ്ടർബോൾട്ട് കാറിനെ ഫോളോ ചെയ്യ്. ഓക്കെ, ഫോളോ ചെയ്യാം. Kiko and Super Speedo back on the chase. Don't mess with us, we'll put you back into place. Don't doubt us. Don't you know anything about us? I go vroom, 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 vroom. I'm the fastest one the car you will ever see, ever see. I am ahead of your plans. You know we're stopping the evil and making sure it's over. We will not let you escape, Mr. Joker. Watch out, better watch out, better watch out, better watch out. Let's go. 1, 2, 3, 4. 1, 2, 3, 4. 1, 1, 2, 2, 3, 3, 4, 4. 1, 2, 3, 4. Listen, Thunderbolt car. You can run, but you can't go far. 1, 2, 3, 4. Listen, Thunderbolt car. You can run, but you can't വീൽ go പ്രൊട്ടക്ടർ ഓൺ far. ചെയ്യേണ്ട സമയമായി. തണ്ടർബോൾട്ട് ഇപ്പൊ നദിയിൽ വീഴുന്ന തോന്നുന്നേ. ഈ ജോക്കർ ചിരിപ്പിക്കില്ല, കരയിപ്പിക്കും.
അടിപിടി കൂടിയാൽ പൊടി പറക്കും. നോട്ടി കുട്ടികളെ അടിച്ചു പൊളിക്കും, പിന്നെ പൊളിച്ചടക്കും. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാൻ. സൂപ്പർ സാർ, പഞ്ച് ഡയലോഗ് കൊള്ളാലോ. ഞാൻ എന്റെ നോട്ട് പാഡിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ ചട്ട്പട്ട്. ആഫ്റ്റർനൂൺ ഗുഡ് ആകണമെങ്കിൽ ഞാൻ ആ ജോക്കറിനെ എന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടണം. വേഗം പറയൂ, ആ തല തിരിഞ്ഞവൻ എങ്ങോട്ടാ പോയത്? അടിച്ചവന്റെ ഷേപ്പ് മാറ്റാൻ എന്റെ കൈ തരിക്കാണ്. എന്ന് വെച്ചാ അല്ല സാർ, ഇപ്പൊ പറഞ്ഞു വന്ന കാര്യം ജോളി ജോക്കർ എങ്ങോട്ട് പോയെന്നാ? അത് പിന്നെ ഓ, ഇപ്പൊ തന്നെ പിടിച്ചേക്കാം. അടിപിടി കൂടുമ്പോ പൊടി പറക്കും, പൂരക്കെട്ടിന് വെടി പൊട്ടിക്കാം. സാറ് പറഞ്ഞു വരുന്നതേ ആരും പേടിച്ച് കരയല്ലേന്നാ. ജട്ട്പട്ട് ഒരു മിനിറ്റ്. ജോളി ജോക്കർ ആ വഴിയല്ല, ഈ വഴിയാ പോയത്. എപ്പോഴും പോലെ ഇപ്രാവശ്യവും ചട്ട്പട്ടങ്ങൾ മുഴുവൻ കാര്യം കേൾക്കാതെ കളമിറങ്ങി. എപ്പോഴും പോലെ ഇപ്രാവശ്യവും അയാൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 words, victory done. Huh? Check it out. Yeah. Come on, let's go. എടാ എൻ മണ്ണിൽ റോങ്ങെന്നും ജയം എന്നതില്ല, എന്നുമേ ഉള്ളതിൽ തോൽവി എന്നതില്ല. ഞങ്ങൾ തരമെന്നും മനസ്സിന്റെ ആഴത്തിൽ വച്ച് 3 പേരും എന്നുമേ ജയിക്കുന്നു കൂട്ടം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എവിടെയും ഇന്നും ഉദിച്ചുയരാം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എപ്പോഴും ഞങ്ങൾ ജയിച്ചുയരാം. കിക്കിയുടെ സൂപ്പർ സ്പീഡ്, എപ്പോഴും സ്പീഡ്, വ്യത്യസ്തൻ കോഡ് വിജയത്തിൻ മന്ദിരം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എവിടെയും ഇന്നും ഉദിച്ചുയരാം. ജയിച്ചുയരാം, ജയിച്ചുയരാം, എപ്പോഴും ഞങ്ങൾ ജയിച്ചുയരാം. വീണ മേരെ യത്നം, എപ്പോഴും സ്പീഡ്, കിക്കോ സ്പീഡ് ഉണ്ടെങ്കിൽ you don't worry. ആഹാ, അത് സത്യം, അതെ, you don't worry. കീക്കോ, വീണ്ടും തിരിച്ചു വരും ഈ ജോക്കർ നിങ്ങളെ കരയിക്കാനായി. ബോസിന്റെ കയ്യിൽ ഗ്ലൗസ്, ഇടികൊള്ളുന്നവന്റെ ചാറ്റർ ക്ലോസ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. പടപടപപ്പടം. എപ്പോഴും പോലെ നീ പ്രാവശ്യം ഞങ്ങളെ രക്ഷിച്ചു. അതിനൊരൊറ്റ വാക്കിൽ താങ്ക്സ്. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. താങ്ക്സും പറയരുത്, സോറിയും പറയരുത്, എപ്പോഴും കൂൾ. കറക്റ്റ്. ഞാൻ ഈ ഐസ്ക്രീം ഒന്ന് കഴിച്ചോട്ടെ. ആ ആ ഓരോ ഐസ്ക്രീമിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതിയിട്ടുണ്ടാവും. ഇപ്രാവശ്യം ഞങ്ങൾ തുച്ഛാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഞങ്ങളുടെ ബോസ് കഴിക്കും. ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. പടപടപപ്പടം. ആ കേട്ടല്ലോ, നിനക്ക് പടപട പപ്പടം പോലെ പൊടിഞ്ഞു പോകണോ? എന്നാ പിന്നെ ആ ഐസ്ക്രീം ഇങ്ങോട്ട് തന്നേക്ക്. ഡൂഡു, നീ അവൻ ഐസ്ക്രീം കൊടുക്കരുത്. നിന്നെ കുറിച്ച് ഒറ്റ വാക്കിൽ ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ബുള്ളി. നീ ഞങ്ങളെ ബുള്ളി ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, കാരണം എന്റെ കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. എങ്കിൽ ഞങ്ങളുടെ കയ്യിലും കീക്കോയുടെ സൂപ്പർ കിക്ക് ഉണ്ട്. ആണോ? എന്നാ കോമ്പറ്റീഷന് റെഡി ആയിക്കോ. എന്റെ ഗ്ലൗസിനാണോ അതോ കിക്കോടെ കിക്കിനാണോ പവർ എന്ന് നോക്കാം. എന്റെ കിക്ക് കാരണം ടോണിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. വേണ്ട വേണ്ട, കോമ്പറ്റീഷൻ ഒന്നും ഇപ്പൊ വേണ്ട. ഈ ഐസ്ക്രീം നീ തന്നെ കഴിച്ചോ. പറ്റില്ല കീക്കോ. റോങ്ങിന്റെ മുമ്പിൽ റൈറ്റ് എപ്പോഴും തല കുനിക്കരുതെന്നല്ലേ നീ പറയുന്നത്? ഈ പ്രാവശ്യം ടോണിയാണ് റോങ്. ചിങ്ക ചിക്ക സോങ്, ടോണി ബോസ് റോങ്. കിക്കോ പറഞ്ഞത് ശരിയാണ്, കാരണം അവൻ അറിയാം എന്റെ പഞ്ചിന് മുമ്പിൽ അവന്റെ കിക്കൊന്നും വർക്കൗട്ട് ആവില്ല. ഈ ടോണിയോട് കേറി കളിക്കുന്നവന്റെ കാര്യം. പടപടപപ്പടം. നീ വെരി വെരി റോങ് ആണ് ടോണി. എന്തുകൊണ്ടാ ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാത്തെന്നറിയോ? എന്നെ ജയിക്കാനൊന്നും നിന്റെ ഈ ഗ്ലൗസിന് പറ്റില്ല. ടോണിയുടെ കയ്യിലുണ്ട് ഗ്ലൗസ്, ഇടികൊള്ളുന്നവന്റെ ചാപ്റ്റർ ക്ലോസ്.
ഞങ്ങളിത് കീക്കോട് പറഞ്ഞതാണ് ബോസ്. എന്റെ ഗ്ലൗസിന്റെ പഞ്ച് വളരെ പവർഫുൾ ആണ്. അത് ശരി. എന്നാ നീ നിന്റെ ഗ്ലൗസ് കൊണ്ട് ഈ ചുമരിടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? നിന്റെ ഈ ഗ്ലൗസ് കൊണ്ട് ആ ലാമ്പ് പോസ്റ്റ് തകർക്കാൻ പറ്റുമോ? വൗ! എന്നാ പിന്നെ നിനക്ക് ആ തേനീച്ച കൂടെ തകർക്കാൻ പറ്റുമോ? വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ നോക്കുമ്പോ അവിടെ കിക്കിന്റെ ആവശ്യമില്ലല്ലോ. ഒരൊറ്റ വാക്കിൽ ബിങ്കോ. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോവാ. ജോക്കർ കരയിപ്പിക്കുവാൻ വീണ്ടും എത്തിക്കഴിഞ്ഞു. അത് ശരി, കീക്കോ ആണല്ലേ? ജോളി ജോക്കർ, ഗുഡ് മോർണിംഗ്. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരൊറ്റ വാക്കിൽ ഇതിന് എന്താ പറയാന്നറിയോ? ഓ, ആള് കൊച്ചാണെങ്കിലും നീ ഇന്റലിജന്റാ. ട്വിങ്കിൾ, ഈ പകവീട്ടൽ കീക്കോയോട് മാത്രമല്ല, ഈ ടോട്ടൽ സൺസിറ്റിയെ ഞാൻ ഇല്ലാതാക്കും. നീ ഇപ്പോൾ ശരിക്കും കുടുങ്ങിപ്പോയി. കൊള്ളാം, എന്തൊരു സൗഹൃദം. ഫ്രണ്ടും ഫ്രണ്ട്ഷിപ്പും ചിന്ന ഭിന്നമായി ചിതറാൻ പോകുന്നു. റഫ്താർ, എമർജൻസി. R7 സൂപ്പർ സ്പീഡോ കാർ വരട്ടെ. അടിപൊളി, കൊള്ളാം, കലക്കി. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കീക്കോ കീക്കോ കീക്കോ, അവന്റെ കഥ ഇതോടെ തീർന്നു. അടുത്തത് നിങ്ങളെ രണ്ടുപേരും ഞാൻ വലിച്ചെറിയും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 22. Okay boss, formula number 22 activated. ബൂസ്റ്റപ്പ് ഓൺ ചെയ്യാൻ പോകുന്നു. സംഗതി കൊള്ളാം. ഇനി സ്പീഡോ, കിക്കോ, ട്വിങ്കിൾ, ഡോഡോ എല്ലാവരും ഏറ്റുമുട്ടാൻ പോവുകയാണ്. കണ്ണാടി ചില്ല് പോലെ ചിതറിപ്പോകും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 333. ഫോർമുല നമ്പർ 333 ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നു. ഇവിടെയുള്ള എല്ലാവരെയും നിങ്ങൾ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം. എനിക്ക് പേടി തോന്നുന്നു. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ?
എന്റെ ഈ കളി ഇനിയും അവസാനിച്ചിട്ടില്ല. ആ ജോക്കറിന്റെ കയ്യിലുള്ള സാധനം ഉണ്ടല്ലോ, അത് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അതാണ് ബോംബ്. നമ്മൾ വീണ്ടും കുടുങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾ നീ എന്നെ തടഞ്ഞു അല്ലേ? എല്ലാ ബോംബുകളും പൊട്ടിത്തെറിച്ച് ഇവിടെ ഒരു സ്ഫോടനം ഉണ്ടാകും. ഒറ്റയൊരുത്തനും ജീവനോടെ ഉണ്ടാവില്ല. ടാർഗറ്റ് കണ്ടുപിടിച്ചു. നശിച്ച ജോക്കറിനെ ഈ ഡിറ്റക്റ്റീവ് ജെറ്റ്പെറ്റിന്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നമുക്ക് അവനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ആദ്യം അവനെ കിട്ടണ്ടേ? എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും തെറ്റായ ഡയറക്ഷനിൽ എത്തിയെന്നാ. വേണ്ടി പോകരുത്. നമ്മൾ ഏത് ഡയറക്ഷനിൽ പോയാലും ചെന്നെത്തേണ്ടടുത്ത് എത്തും, കിട്ടേണ്ടത് കിട്ടും. കണ്ടോ, തലയും കുത്തി താഴെ വീണ് ഇതാ കിടക്കുന്ന ഒരുത്തൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിപിടി കൂടിയാൽ പൊടി പറക്കും, പൂരക്കെട്ടിന് വെടി പൊട്ടിക്കാം എന്ന് വെച്ചാൽ. അതായത് സാർ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാ, ജോളി ജോക്കർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഇനി ഈ ജോക്കർ ചിരിക്കില്ല, കരയാൻ പോകും.